അതോടൊപ്പം തന്നെ ED റെയ്ഡിനിടയിലെ സംഘർഷ കേസിൽ ഒരാൾ കൂടി പിടിയിലാകുന്നുണ്ട്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ ആകെ എത്ര പേർ പിടിയിലായിരിക്കുന്നു, ഇനിയും എത്ര പേർ പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്? ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണോ എല്ലാവർക്കുമെതിരെ ചുമത്തുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതൊന്നല്ല, 2 കേസുകൾ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ FIR. ഈ 2 കേസുകളിലുമായി ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതേവരെ പിടിയിലായിട്ടുള്ളത് 19 പ്രതികളാണ്. CPM DYFI പ്രവർത്തകരാണ് എല്ലാവരും. ഇതിൽ പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനുവുണ്ട്. ഒപ്പം തന്നെ DYFIയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ, പ്രാദേശിക നേതാക്കളൊക്കെ തന്നെയുണ്ട്. ഇന്നലെ 5 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബാക്കിയുള്ളവരെയും ഹാജരാക്കും. എല്ലാവരെയും റിമാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന നടപടി. കാരണം ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം ലഭിക്കില്ല. അതിൽ ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷ അത്തരത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗുരുതര ലഹളയുണ്ടാക്കൽ, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുന്ന വകുപ്പുകൾ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ചുമത്തിയിരിക്കുന്നത്. ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയും പല സ്ഥലങ്ങളിലായി പരിശോധനയുണ്ടായിരുന്നു. മുൻ കൌൺസിലർ രാജകാൽ ഉണ്ണി അടക്കമുള്ള, പാളയം സന്തോഷ് അടക്കമുള്ള കൂടുതൽ പ്രതികൾ പോലീസിന്റെ പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ പ്രതികളെയും, അതായത് ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രതികളെ എല്ലാവരെയും തന്നെ അടിയന്തരമായി കർശനമായി പിടികൂടണമെന്നുള്ളത് തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ലോക്കൽ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം അന്ന് ഈ പാർട്ടി ഓഫീസിന് മുമ്പിൽ നടന്നിട്ടുള്ള വലിയൊരു പ്രതിഷേധവും തുടർന്ന് ഒരു സമവായ ശ്രമവും ഒക്കെ തന്നെ പോലീസിന് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടുന്നതിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് സേന എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ മറുവശത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കനത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രി നേരിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ തുടർ നടപടികൾ എന്താകുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്ന സമയത്ത് അവധിയിലായിരുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം തേടും. കൂടുതൽ ഇതിൽ റിപ്പോർട്ട്, ഇന്റലിജൻസിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയെടുക്കുക. പോലീസിന്റെ മുഖം ഒന്ന് മിനുക്കാൻ വേണ്ടിയുള്ള ചില നടപടികൾ കൂടി പോലീസ് തലപ്പത്ത് ആലോചിക്കുന്നുണ്ട്, ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിസന്ധിയിൽ ആഭ്യന്തര വകുപ്പ് ആയതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള നടപടികളിൽ കൂടി തൽക്കാലം ഒന്ന് മുഖം മിനുക്കി മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പുറത്ത് എന്തായാലും നേരത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈ ശാന്തമായിട്ടാണ് ഒരു പ്രതിഷേധം ഉണ്ടായത്, അത്തരത്തിലൊരു വലിയ അക്രമ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായി അക്രമം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗുരുതര വകുപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.